കൂട്ടുകാരെ നമ്മളിന്നേ ഒരു കഫ്തയാണ് വെട്ടുന്നത്. അപ്പം ഞാനത് ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ആദ്യം കാണിച്ചു തരാം കേട്ടോ, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം കുർത്തിക്കൊക്കെ പറ്റിയൊരു കഫ്താണ് കേട്ടോ, കഫ്താനാണ്. അപ്പം അതായത് കണ്ടോ, വീതിന്ന് ഇതുപോലെ വട്ടത്തിൽ മടക്കിയതിന് ശേഷം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഷോൾഡറിൽ നിന്ന് നമ്മുടെ പൊക്കിൽ വരെയുള്ള ഇറക്കം. അപ്പോൾ എത്രയാണ്? എനിക്ക് 18 കേട്ടോ. അപ്പം ഞാൻ അതിങ്ങനെ ഒന്ന് മടക്കി കണ്ട, ഈ മടക്കി ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം താഴേക്ക് ഉണ്ട് നമുക്ക് ഇത്ര. ഇവിടെ 2 പീസും ഇവിടെ 4 പീസുമാണ് കണ്ട, 1 2 3 4. ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്ന നമ്മുടെ കഴുത്തിൻ്റെ അകലമൊക്കെ ഇവിടെയാണ്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. നമ്മുടെ നെക്കിൻ്റെ അകലം അതെത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പം 3 ഇഞ്ച് കണ്ട. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് 2 ആയിട്ട് കൊടുക്കണമെങ്കിൽ 2 ആയിട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു 4 ഇഞ്ചും 4.5 ഇഞ്ചും ഒരു 4 ഇഞ്ചുമാണ് കണ്ട. എന്നിട്ട് ആ 3 ഇഞ്ച് നമ്മുടെ നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ട് നമുക്കൊരു യു ഷേപ്പ് കൊടുക്കാം. അതുപോലെ ബാക്ക് നെക്കിൽ നമ്മളൊരു യു ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യണത്. കണ്ടോ, ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിന് ശേഷം ഇതൊറ്റ പീസ് മാത്രം എടുത്തിട്ട് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യണില്ല, ഫ്രണ്ട് നെക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് കൊണ്ടുവന്ന് ഒപ്പം ഇതുപോലെ വരച്ച് വയ്ക്കുക. ഇനി അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചെയ്യാട്ടോ. ചെയ്ത് 2 ഒപ്പം കട്ട് ചെയ്താൽ ചിലപ്പോൾ 2 ഷേപ്പ് 2 തരത്തിലായി പോകും. അപ്പോൾ ഓരോന്ന് ചെയ്താൽ മതി. കണ്ടോ, എന്നിട്ട് ഇതങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതുപോലെ വന്ന് കണ്ട. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടാക്കി എടുത്തിട്ട് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കണേണ്. എന്നിട്ട് ഇത് നമ്മളൊന്നങ്ങോട്ട് കട്ട് ചെയ്യാനാണ്. ഇങ്ങനെ 2 ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ശേഷം നമുക്കിതൊന്ന് വിടർത്താം. വിടർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി കണ്ട, ഇതുപോലെ കിട്ടി. ഇനി നമ്മുടെ ആ 18 ഇഞ്ചിനൊന്ന് മടക്കി 18 ഇഞ്ച് കറക്റ്റ് മടക്കണം. കാരണം നമ്മൾ ഫ്രണ്ട് കഴുത്ത് 1/2 ഇഞ്ച് കൂടുതൽ എടുത്തേക്കണം. അതാണ് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. എന്നിട്ട് ഇതിനെ പറ്റിയാണ് നിങ്ങൾ ഇതിനെ 2 ആക്കി തന്നെ അങ്ങോട്ട് മടക്കിക്കോ. ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. നമ്മുടെ അളവ് നമുക്ക് വരക്കണ്ടേ ഷോൾഡറിൻ്റെ. കണ്ടോ, എടുത്ത് മടക്കി കറക്റ്റിനിടുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം നമ്മുടെ അളവൊന്ന് വരച്ചെടുത്താലും മതി. അപ്പോൾ ഈ നടുക്ക് ഭാഗം കൊണ്ടാണ് വരണത്. ഈ ഒരു നടുക്ക് ഭാഗം കൊണ്ട് കേട്ടോ. ഇതാണ് നടുക്ക്. ഇനി നമ്മുടെ വണ്ണം നമ്മുടെ എത്രയാണോ അതിൻ്റെ 4 ഭാഗം ഈ വരയുടെ ഇപ്പുറത്തോട്ട് വരയ്ക്കുക. കണ്ടോ, അപ്പം ഞാനിവിടെ എത്രയാണ് എൻ്റെ വണ്ണമെന്ന് വെച്ചാൽ അത് വരച്ചു. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ, അതായത് ആം ഹോൾ ഉണ്ടല്ലോ, അതെത്രയാണ്? 6.5 6.5ക്ക് നമ്മൾ ഇവിടെ നിന്ന് വരച്ചിട്ട് ഈ 6.5 എന്നാണ് നമ്മൾ ഇതിങ്ങനെ കൊണ്ടുവന്നത്. കണ്ടോ, അതുപോലെ ഇവിടെ അങ്ങനെ അത് നമ്മുടെ വണ്ണത്തിൻ്റെ ഇങ്ങനെ അടയാളപ്പെടുത്തി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇത് നമ്മുടെ നെക്കിൽ തളർന്ന തുണിയാകുമ്പോൾ അങ്ങനെ കിടന്നോളൂ. മനസ്സിലായോ? വേണമെങ്കിൽ ഇവിടെ നിർത്തുള്ള സ്റ്റിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അത് കഴിഞ്ഞ്
നമുക്കിത് വിടർത്തി നമ്മുടെ കപ്പ ഇടണ പോലെ ഇടാൻ പറ്റും. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കട്ടിങ് മനസ്സിലായി. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കഫ്താൻ, കണ്ടോ? അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ആയിട്ട് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടും, കണ്ടോ? ഇങ്ങനെ ഇടും. ഈ ഇറക്കം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കണ്ടോ? ഇതിന് നിങ്ങൾക്ക് ഊരി പോരുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെൽറ്റ് ഇടാം. അപ്പം എങ്ങനെ ബെൽറ്റ് ഇടുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, നല്ല അടിപൊളി ഒരു ബെൽറ്റിൻ്റെ കൂടെ നമുക്ക് ഇടാം കേട്ടോ. അപ്പം നമുക്കൊരു പേടി വേണ്ടേ ദൂരം എങ്ങാടെങ്കിലും പോകുമെന്ന്. കണ്ടതേ, കൊള്ളാവോ?